നമ്മുടെ നാട്ടിൽ ഒരു പൈസ മുടക്കില്ലാത്ത ഏറ്റവും നല്ല വ്യവസായമായി മാറിയിരിക്കുന്നു രാഷ്ട്രീയം. ഇനി അൻവറിനെ UDF-ലേക്ക് ക്ഷണിക്കേണ്ടതുണ്ടോ? എന്നെ ഇങ്ങനെ നടത്തിക്കരുത്. എനിക്ക് ഇന്ന് രണ്ടിലൊന്നും അറിയണം. ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, അങ്ങനെ ഒരു തീരുമാനം ഒന്നും എടുത്തിട്ടില്ലല്ലോ. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞങ്ങൾ ആ വാതിലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. നിങ്ങള് എന്താ അനാവശ്യമായി പറയുന്നത്? പ്രകോപിതനാകരുത്, ചുരുക്കി അങ്ങ് പറയാം. അത് എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ്. ഞാൻ പുറത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു? അതെ, ഞങ്ങൾ ആ വാതിലടച്ചു. ഇത് ചതിയായിപ്പോയി. UDF-ൽ അതിനെ കുറിച്ചൊരു ചർച്ചയോ മറ്റു കാര്യങ്ങളോ നടന്നിട്ടില്ല. അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. UDF തീരുമാനമാണ്. തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. UDF തീരുമാനമാണ്. അതിനേക്കാൾ കൂടുതലൊന്നും ഞാൻ പറയില്ല. കാരണം ചതിച്ചോ ദൈവമേ. കഴിഞ്ഞൊന്നും മറക്കണ്ട PS. വിലപേശൽ രാഷ്ട്രീയത്തിന് നമുക്ക് വഴങ്ങാൻ കഴിയില്ല. താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി വിലപേശൽ രാഷ്ട്രീയത്തിന് വഴങ്ങിയാൽ നമ്മൾ എപ്പോഴും വഴങ്ങി കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടി വരും. ഇത് അടച്ചു. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം തുറക്കാനുള്ള ഒരു സാഹചര്യവും നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴില്ല. അല്ല, ഇപ്പോഴൊന്നുമില്ല. ഇപ്പൊ അന്തരീക്ഷത്തിലൊന്നുമില്ല, ഒരു കാര്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ നയം വ്യക്തമാക്കി. എന്നെ തേച്ചതാണല്ലേ. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി.